പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് ജേണിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതേപോലെ തന്നെ ബെർണാഡോ സിൽവയും ഒരു പ്രോബ്ലം ആകാൻ ചാൻസ് ഉണ്ട്. സോ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോർച്ചുഗലിൻ്റെ നാഷണൽ ടീമിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നവർക്കെതിരെയുള്ള ഒരു വീഡിയോ ആണ്. സോ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസിൻ്റെ കീഴിൽ എന്താ പറയുക, ആ യൂറോ കപ്പിന് ശേഷമുള്ള പോർച്ചുഗലിൻ്റെ ഒട്ടുമിക്ക മാച്ചസും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു മാച്ചസ് കണ്ടതിൻ്റെ ആ ഒരു വിലയിരുത്തൽ വെച്ച് ഞാൻ പറയുകയാണ്. സോ ഇത് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. സോ പോർച്ചുഗലിൻ്റെ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ബെർണാഡോ സിൽവയും ഇൻഡിവിജ്വലി നോക്കുമ്പോൾ അവർ ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ ഇവർ ഒരുമിച്ച് ആ ഒരു സ്ക്വാഡിൽ ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കേസ് നമുക്കറിയാം. ഇപ്പോൾ പുള്ളിക്കാരൻ 41 വയസ്സായി, അധികം ഡിഫെൻസീവ് വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് ട്രാക്ക് പാക്ക് ചെയ്തൊന്നും പുള്ളിക്കാരന് കളിക്കാൻ പറ്റില്ല. സോ പോർച്ചുഗലിൻ്റെ കേസിൽ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒക്കെ ഉറപ്പിക്കുക ഈ ഒരു ലെഫ്റ്റ് വിങ് സൈഡിൽ ഓൾമോസ്റ്റ് ജാവോ ഫെലിക്സ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജാവോ ഫെലിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്ന കളിക്കാരനാണ്. എന്താ പറയുക, ഈ ഒരു പൊസിഷനിൽ എന്താ പറയുക, ഈ ഓവർലാപ്പ് ചെയ്ത് കളിക്കാൻ പറ്റും, അതേപോലെ ഇൻവേർട്ട് ചെയ്ത് കളിക്കാൻ പറ്റും, റൊണാൾഡോയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് മാറി കളിക്കാൻ പറ്റിയ ഒരു കളിക്കാരനാണ്. സോ ബെർണാഡോ സിൽവയിലേക്ക് വരികയാണെങ്കിൽ ബെർണാഡോ സിൽവയ്ക്ക് ഇൻവേർട്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ്. പക്ഷേ എന്താ പറയുക, ആ ഒരു ഡിഫെൻസീവ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ബെർണാഡോ സിൽവക്ക് എന്താ പറയുക ബാക്കിയുള്ള പോർച്ചുഗീസ് വിംഗേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറവാണ്. അതായത് കോൺസിസാവോ അതേപോലെ തന്നെ പെഡ്രോ നെറ്റോ, ഇപ്പോൾ ഇവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെർണാഡോ സിൽവയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്പ്രിൻ്റപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി പക്കാ കുറവാണ്. അതേപോലെ തന്നെ ബെർണാഡോ സിൽവ ട്രാക്ക് ബാക്ക് ഇൻ കേസ് ചെയ്താൽ പോലും എന്താ പറയുക ആ ഒരു ട്രാൻസിഷൻ നടത്തുന്ന ടൈമിലൊക്കെ എന്താ പറയുക ഇവിടെ ഒരുപാട് ഗ്യാപ്പായിരിക്കും. സോ അവിടെയാണ് പോർച്ചുഗലിൻ്റെ ഈ ഒരു പ്രശ്നമുള്ളത്. സോ ഈ എന്താ പറയുക ഓൾമോസ്റ്റ് ലോ ബ്ലോക്കിൽ കളിക്കുന്ന ടീമിനോടൊക്കെയാണ് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. അതേപോലെ പോർച്ചുഗൽ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, പക്ഷേ എന്താ പറയുക ഈ ഒരു അറ്റാക്കിംഗ് ലെവലിൽ ഈ ഒരു ബോക്സിലോട്ട് എത്തുമ്പോൾ പോർച്ചുഗലിൻ്റെ എല്ലാ പ്ലേയേഴ്സും ഈ ഒരു മിഡ്ഫീൽഡ് ലൈനിൽ ഇവിടെ ജസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഒരു ബോൾ പോലും അങ്ങോട്ട് ഇടാൻ പറ്റത്തില്ല. ഇവിടെ ഫുള്ള് എന്താ പറയുക ഇവർക്കുണ്ട് പോർച്ചുഗലിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഇടയിലുണ്ടാകുന്ന ഗ്യാപ്പെല്ലാം ഇവരുടെ ഡിഫൻഡേഴ്സ് എല്ലാം അവിടെ ഒന്ന് ഫില്ല് ചെയ്യും. സോ ഇതാണ് ഈ പോർച്ചുഗലിൻ്റെ പ്രശ്നം. ഈ ബെർണാഡോ സിൽവയും റൊണാൾഡോയും കളിക്കുമ്പോൾ എന്താ പറയുക ഇവർ തമ്മിലുള്ള ഗ്യാപ്പുകൾ ഭയങ്കര വലുതായിരിക്കും. സോ ഇതാണ് പോർച്ചുഗലിൻ്റെ മെയിൻ പ്രശ്നം. സോ ഇത് എന്താ പറയുക പോർച്ചുഗലിൽ റോബർട്ടോ മാർട്ടിനസ് മറ്റൊരു ഓപ്ഷൻ, അതായത് ബെർണാഡോ സിൽവനെ മാറ്റിയിട്ട് എന്താ പറയുക കോൺസിസാവോ അതേപോലെ തന്നെ വിംഗേഴ്സിനൊക്കെ ഇറക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ റൊണാൾഡോനെ മാറ്റിയിട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യാൻ ഗോൺസാലോ റാമോസിനെ ഇറക്കിയാൽ കുറച്ചൊരു ഡിഫെൻസീവ് വർക്ക് കിട്ടും. പക്ഷേ ഗോൺസാലോ റാമോസ് ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലെ ഗോൾ അടിക്കാനുള്ള എബിലിറ്റി എന്തായാലും ഇല്ല. സോ ആ ഒരു പൊസിഷനിൽ റൊണാൾഡോ തന്നെയാണ് പോർച്ചുഗലിൻ്റെ ആ ഒരു സ്ക്വാഡിലെ ഏറ്റവും ബെറ്റർ. സോ ഇവർ തമ്മിൽ ഒരുമിച്ച് കളിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. സോ അത് ഒരുപാട് തവണ പോർച്ചുഗലിൽ എക്സ്പോസ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് മാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു വീഡിയോനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.